എയ്റ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ഡിസൈൻ ഫാക്ടറി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. റെഡിയല്ലേ? അപ്പോൾ പ്രാക്ടിക്കലാണ്. നേരെ വീഡിയോയിലേക്ക്. ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. മാതൃകയിൽ നൽകിയിരിക്കുന്നത് പോലെ ഇങ്ക്സ്കേപ്പിൽ ഒരു കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് എ പോയട്രി കാർഡ് ഇൻ ഇങ്ക്സ്കേപ്പ്. ഹിൻസ് കൊടുത്തിട്ടുള്ളത് യൂസ് ദ ഫയൽ നെയിംലി kunyunnimash.jpeg ഗിവൺ ഇൻ ദ ഇമേജസ് 10 ഫോൾഡർ. നമ്മുടെ കുഞ്ഞുണ്ണിമാഷിൻ്റെ ഒരു ചിത്രം ഇമേജസ് 10 ഫോൾഡറിൽ നൽകിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേപോലെ ദ ലൈൻസ് ആർ ഗിവൺ ഇൻ ദ ഫയൽ നെയിംലി lyrics.txt ഇൻ ദ എക്സാം 10 ഡോക്യുമെന്റ്സ് ഫോൾഡർ. എക്സാം 10 ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ലിറിക്സ്, ഈ ലൈൻസ് തന്നിട്ടുണ്ട്. ഓക്കെ. അതേപോലെ അടുത്തത് പറയുന്നത് യൂസ് ദ നോട്ട് ടു സെരിഫ് മലയാളം ഫോൺ ഫോർ ദ ലൈൻസ്. ഈ ലൈൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ലൈനിന് വരികൾക്ക് നോട്ട് ടു സെരിഫ് മലയാളം എന്ന ഫോണ്ട് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫയൽ സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ പറഞ്ഞത് എക്സ്പോർട്ട് ചെയ്യാനൊന്നുമല്ല, ഡയറക്റ്റ് സേവ് ചെയ്യാൻ തന്നെയാണ്. പൂർത്തിയാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ കവിത എന്ന പേരിൽ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഡയറക്റ്റ് അത് സേവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ ആദ്യം എന്ത് വേണം? നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. ആവശ്യമായുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നറിയാം. ഇങ്ക്സ്കേപ്പിന് വേണ്ടി എന്നടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇങ്ക്സ്കേപ്പിൻ്റെ ലോഗോ. ഒന്ന് ഓർത്ത് വെക്കണം, കാരണം തിയറിയിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ താഴെയായിട്ട് ന്യൂ ഡോക്യുമെൻ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ന്യൂ ഡോക്യുമെൻ്റ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഇവിടെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. നമ്മുടെ കീബോർഡിലുള്ള കൺട്രോൾ കീയില്ലേ, കീബോർഡിലുള്ള കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ മൗസിലെ സ്ക്രോൾ വീൽ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനിങ്ങനെ സൂം ചെയ്യാം, സൂം ഔട്ട് ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കത് സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടന്നൂടെ? ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. ഈ രീതിയിലുള്ള ഒരു റെക്റ്റാങ്കിൾ വേണം അല്ലേ? ഒരു റെക്റ്റാങ്കിൾ, ഒരു ദീർഘചതുരം നമുക്ക് വേണം. അപ്പോൾ ചതുരം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂൾ ബാറിനകത്ത് ഇവിടെയായിട്ട് നമുക്ക് ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. R എന്നതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ട് കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഈ ഒരു ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോളം ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതാണ്. ഓക്കെ. കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അത് താഴോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂളിലെ S ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് വലിച്ചാൽ മതി. അപ്പോൾ അത് താഴോളം വന്നോളും. ക്ലിയർ? ഓക്കെ. ചില സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള റെക്റ്റാങ്കിളും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതിന് ഏതെങ്കിലും കളറിലുള്ള ബോർഡറൊക്കെ ഇതേപോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടെങ്കിൽ നമുക്കത് കളയാൻ വേണ്ടിയിട്ട്, ആ ഒരു ബോർഡറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കീബോർഡിനകത്തുള്ള ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ കളർ പാലറ്റിലുള്ള ഈ ഒരു ഇൻറ്റു മാർക്കുണ്ട്, ഈ ഒരു എക്സ് മാർക്കില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു എക്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ കളർ പോവും. അതേപോലെ തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കളർ പാലറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്കിന് കളർ വരും. എന്നാൽ ഷിഫ്റ്റ് കീ ഒന്നും പ്രസ് ചെയ്യാതെയാണ് നിങ്ങൾ ഇവിടെ നിന്നൊരു കളർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഫില്ലിലേക്കായിരിക്കും, അതായത് അതിനകത്തായിരിക്കും കളർ ആവുന്നത്. ഷിഫ്റ്റ് കീ ഒന്നും പ്രസ് ചെയ്യാതെ നമ്മൾ ഈ ഒരു എക്സ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കളർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകും. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തിയറിയിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കളർ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു കളറാണ്. അപ്പോൾ ഏകദേശം അതേ കളർ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും കളറിലാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു കളർ ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ടുള്ള, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഗ്രേ 7.5% ഗ്രേ എന്ന് പറയുന്ന ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് കളർ പാലറ്റിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കളർ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ? ഇനി നമുക്ക് വേണ്ടത് യൂസ് ദ ഫയൽ നെയിംലി kunyunnimash.jpeg ഗിവൺ ഇൻ ദ ഇമേജസ് 10 ഫോൾഡർ. ഇമേജസ് 10 ഫോൾഡറിൽ നൽകിയിട്ടുള്ള kunyunnimash.jpeg എന്ന ഫയൽ ഉപയോഗിക്കുക. അതായത് ഈ ഒരു ചിത്രം ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് JPG PNG പോലുള്ള ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ചിത്രത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഫയലിലേക്ക് പോവുക, ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഫയലിൽ ഇമ്പോർട്ട്.
അപ്പോൾ നമ്മളോട് എവിടെയാണ് ആ ഫയൽ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലേക്ക് വരിക, ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലേക്ക് വരിക, ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലേക്ക് വരിക. അവിടെ ആവശ്യമായുള്ള കുറേ ചിത്രങ്ങളുണ്ട്. അതിൽ നമുക്ക് kunyunnimash.jpg എന്ന് പറയുന്ന ഈ ഒരു ചിത്രമാണ് വേണ്ടത്. അതിൽ ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ ഓപ്പൺ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ജസ്റ്റ് ഓക്കെ അടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ചിത്രം ഇങ്ങോട്ടേക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചിത്രത്തിനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് വെക്കുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതിനെ നമുക്ക് കുറച്ച് വലുതാക്കണം അല്ലേ? കണ്ടില്ലേ, കുറച്ച് വലുതാണ്. അപ്പോൾ ആ രീതിയിൽ വലുതാക്കാൻ ഞാനിപ്പോൾ ഇവിടെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, തലയൊക്കെ ഇങ്ങനെ നീണ്ടു പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ആ രീതിയിലാകാൻ പാടില്ല. നമുക്കിതിൻ്റെ നീളവും വീതിയും ഹൈറ്റും വിട്ടും പ്രൊപ്പോർഷണലായിട്ട് ആനുപാതികമായിട്ട് നമുക്കിതിനെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിലുള്ള കൺട്രോൾ കീയിലെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക. കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നീളവും വീതിയും ആനുപാതികമായിട്ട് പ്രപ്പോർഷണലായിട്ട് നമുക്ക് വലുതാക്കാനും അതേപോലെ ചെറുതാക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്നും മാറിപ്പോകില്ല. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെയുള്ള ടെക്സ്റ്റ് ആ വരികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. വരികൾക്കായി exam10 ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള lyrics.txt എന്ന ഫയൽ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ ഫയൽസിലേക്ക് വരാം. ഇവിടെ താഴെ നമ്മളിങ്ങനെ താഴെ മൗസ് കൊണ്ടുപോയാൽ ഇവിടെ ഫയൽസ് കാണാം. ഫയൽസിലേക്ക് വരാം. ഫയൽസിലേക്ക് വന്നാൽ നമുക്ക് നമ്മുടെ ഫോൾഡർ ചൂസ് ചെയ്യാൻ പറ്റും. ഡോക്യുമെന്റ്സ് എന്ന് exam10 ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ചൂസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് lyrics.txt എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ ലിറിക്സ് ഒക്കെ ഇവിടെ നിന്ന് കാണാം. ഈ ലിറിക്സിനെ ഞാൻ മുഴുവനായിട്ട് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സെലക്ട് ചെയ്ത ഈ ഭാഗത്ത്, സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് മുഴുവൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇങ്ക്സ്കേപ്പിലേക്ക് വരിക. ഇങ്ക്സ്കേപ്പിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഞാനിതാ ഇവിടെ ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഇവിടെ ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിന് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. അപ്പോൾ ആ വരികൾ മുഴുവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേ, നമുക്കതിനൊരു ഫോണ്ട് കൊടുക്കണം. അതേപോലെ ഇതിനെ കറക്റ്റ് പിടിച്ച് വലിച്ച് വലുതാക്കിയിട്ട് അതിൽ കാണുന്നത് പോലെ സെറ്റാക്കണം. ചോദ്യം നോക്കുക, ഇത് കണ്ടില്ലേ, നോട്ടോ സെരിഫ് മലയാളം ഫോണ്ട്. വരികൾക്ക് നോട്ടോ സെരിഫ് മലയാളം എന്ന ഫോണ്ട് ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോണ്ട് ആദ്യം കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ മുഴുവനായിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. എന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഫോണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ സാൻസ് സെരിഫ് എന്ന ഫോണ്ടാണ് ഉള്ളത്. അതിനെ നമുക്ക് മാറ്റണം. ഈ ചെറിയൊരു ട്രയാങ്കിൾ കണ്ടില്ലേ, ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒന്നിക്കൽ ഡയറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആവശ്യമായുള്ള ഫോണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. നോട്ടോ സെരിഫ് തെലുങ്ക് ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെയായിട്ട് നോട്ടോ സെരിഫ് മലയാളം എന്ന ഫോണ്ട് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോണ്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്കിതിനെ ആവശ്യത്തിന് പിടിച്ച് വലിച്ച് വലുതാക്കാം. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ പിടിച്ച് വലിച്ച് വലുതാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പ്രപ്പോർഷണലായിട്ട് ആനുപാതികമായിട്ട് നീളവും വീതിയും ആനുപാതികമായിട്ട് വലുതാക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇത് വലുതായിട്ട് കിട്ടും. എന്നിട്ട് ഞാനിവിടെ നടുവിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിന് നമുക്കൊരു നീല കളർ കൊടുക്കണം. അതിനുവേണ്ടി ഇപ്പം നമ്മൾ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ മുഴുവനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിനകത്തേക്ക് ഇത്തരത്തിലുള്ള കളർ ചേഞ്ചുകളും അല്ലെങ്കിൽ ഫോണ്ട് ചേഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം, ആവശ്യമായുള്ള ടെക്സ്റ്റിനെ മാത്രം സെലക്ട് ചെയ്യാം. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴെ കളർ പാലറ്റിൽ നിന്ന് ആവശ്യമുള്ള കളർ ചൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഈ ഒരു നീല കളർ ചൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതിൽ പറഞ്ഞതുപോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടിയെങ്കിൽ കുറച്ചും കൂടി ഇതിനെ ഭംഗി കൂട്ടാൻ ഞാൻ ഇതിനെ മുഴുവനായിട്ട് ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു.
എന്നിട്ട് ഇവിടെ മുകളിൽ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാം. ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യാം, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യാനൊക്കെ പറ്റും. ഞാനിവിടെ സെൻറ്റർ കൊടുക്കുന്നു, ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി ട്രാൻസ്ഫോം ടൂൾ എടുത്തിട്ട് ഇതിനെ ഒന്നുകൂടി നടുവിലേക്ക്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഊരി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ജസ്റ്റ് ഇവിടെ പുറത്തൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇത് മുഴുവൻ കവറാവുന്ന വിധത്തിലേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതാ എല്ലാം ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഈ പുറത്തുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റും ചിത്രവും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഷോർട്ട് കട്ട് ഉണ്ട്, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ജി അമർത്തിയാലും മതി. ഞാനിവിടെ ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുന്നു. ഗ്രൂപ്പ് കൊടുത്തു, അത് ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. പേര് കൊടുക്കണം, രജിസ്റ്റർ നമ്പർ _ കവിത, അത് നമുക്ക് കൊടുക്കാം. ഫയലിൽ സേവ് കൊടുക്കുക. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടേ? ഹോമിലെ എക്സാം പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ എന്ത് ചെയ്യുക, പേര് കൊടുക്കുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. _ ഇട്ട് കൊടുക്കുക. _ ഇട്ട് കൊടുക്കുക. _ ഇടാൻ അറിയാലോ, കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് _ ഈ ഒരു കീ പ്രസ് ചെയ്താൽ മതി. _ ഇട്ട് കൊടുക്കുക. കവിത എന്ന പേര് കൊടുക്കുക. കവിത കഴിഞ്ഞു. അതവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. പരിപാടി കഴിഞ്ഞു. ക്ലിയർ? ഇത്രയേ ചെയ്യാനുള്ളൂ. ഈ ഒരു ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു SVG ഫയൽ തന്നിട്ടുണ്ട്. gandhi.svg എന്ന് പറയുന്ന ഒരു ഫയൽ തന്നിട്ടുണ്ട്. ഇതേപോലെ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫയൽ നിങ്ങൾക്ക് തരും. ആ ഫയലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനെ PNG ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചോദ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. ഇങ്ക്സ്കേപ്പിൽ മാതൃകയിലുള്ളതുപോലെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഹിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ദ ഫയൽ നെയിംലി gandhi.svg ഗിവൺ ഇൻ ദ എക്സാം 10 ഡോക്യുമെന്റ്സ് ഫോൾഡർ ടു കംപ്ലീറ്റ് ദിസ് ആക്ടിവിറ്റി. ഈ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് എക്സാം 10 ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ നൽകിയിട്ടുള്ള gandhi.svg എന്ന ഫയൽ തുറക്കുക. ഓക്കെ, അത് നമുക്ക് തുറക്കാം. അഡ്ജസ്റ്റ് ദ കളർ ആൻഡ് സൈസ് ആസ് ഇൻ ദ മോഡൽ. ഓക്കെ, ഈ ഒരു മോഡലിലുള്ളതുപോലെ, മാതൃകയിലുള്ളതുപോലെ നിറവും വലുപ്പവും ക്രമീകരിക്കുക. അപ്ലൈ ദ എലഗന്റ് ഫോണ്ട് ടു ദ ടെക്സ്റ്റ് മഹാത്മ ആൻഡ് സാൻസറി ഫോണ്ട് ടു അതേഴ്സ്. അതായത് ഈ മഹാത്മ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിന് എലഗന്റ് എന്ന് പറയുന്ന ഫോണ്ട് കൊടുക്കണം. ബാക്കി പറയുന്ന ഈ ഒരു ടെക്സ്റ്റിന്, അതായത് ബാക്കിയുള്ളത് ഗാന്ധി എന്ന് പറയുന്ന ടെക്സ്റ്റാണ്, ആ ടെക്സ്റ്റിൽ സാൻസെരിഫ് എന്ന ഫോണ്ട് കൊടുക്കാം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ അപ്ലൈ ദ സ്ട്രോക്ക് ടു ദ ടെക്സ്റ്റ് ഗാന്ധി ടു ഇൻക്രീസ് ഇറ്റ്സ് തിക്നെസ്. ഗാന്ധി എന്ന എഴുത്തിന്റെ കനം കൂട്ടുന്നതിനായി സ്ട്രോക്ക് നൽകി. ഗാന്ധി എന്ന് പറയുന്ന ടെക്സ്റ്റിന് കുറച്ച് കനം കൂട്ടാൻ സ്ട്രോക്ക് നൽകുക. അത്രയും ചെയ്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നത് നമുക്ക് അവസാനം നോക്കാം. അപ്പം നമുക്ക് gandhi.svg എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഇങ്ക്സ്കേപ്പിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഈ ഒരു ചിത്രം ഉള്ളത് എക്സാം 10 ഡോക്യുമെന്റ്സിലാണ്. അതിലേക്ക് വരാം. അതിനുവേണ്ടി താഴെയായിട്ട് ഫയൽസ് ഉണ്ട്. ഫയൽസിലേക്ക് വരിക. ഫയൽസിൽ എക്സാം 10 ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ ഉണ്ട്. ഇതിലേക്ക് വരിക. അതിൽ നമ്മളോട് പറഞ്ഞത് gandhi.svg എന്ന ചിത്രമാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പോരാ, കാരണം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിനെ നമുക്ക് ഇങ്ക്സ്കേപ്പിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ചെയ്യാൻ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ക്സ്കേപ്പ് കാണാം. ആ ഇങ്ക്സ്കേപ്പിൽ ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു മാർക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ ഒരു ചിത്രം നമ്മുടെ ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകിൽ ഈ രീതിയിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോൾഡറിലേക്കൊന്നും പോവാതെ ഡയറക്റ്റ് ഷോ ആപ്ലിക്കേഷൻ വഴി ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഫയലിൽ ഓപ്പൺ കൊടുത്തിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു gandhi.svg എന്ന് പറയുന്ന ചിത്രം ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തെടുത്താലും ഈ രീതിയിലാണ് കാണാൻ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അഡ്ജസ്റ്റ് ദ കളർ ആൻഡ് സൈസ് ആസ് ഇൻ ദ മോഡൽ. ഇതിലുള്ളതുപോലെ അതിൻ്റെ കളറും സൈസും അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഗാന്ധിജിയുടെ ചിത്രം ഇവിടെയാണുള്ളത്. ഇതിനെ പിടിച്ചു വലിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഞാനിത് ഇവിടെ ആക്കിയിട്ട് വെക്കുന്നു. ഇനി നമുക്ക് ഈ മഹാത്മ എന്ന ടെക്സ്റ്റ് കുറച്ച് മുകളിലേക്ക് വരുത്താം. ഇതും നമുക്ക് കുറച്ച് മുകളിലേക്ക് വരുത്താം.
ഇനി നമുക്ക് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണം. ഗാന്ധി എന്ന ടെക്സ്റ്റിന് ഒരു ലൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. ഗാന്ധി എന്ന ടെക്സ്റ്റ് ചൂസ് ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് കളർ ചൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് മഹാത്മ എന്ന ഈ ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മളോട് അതിന് എന്ത് ഫോണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്? എലഗൻറ്റ് എന്ന് പറയുന്ന ഫോണ്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മഹാത്മയിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ മഹാത്മ എന്ന ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടിക്കൽ ഇതിനെ മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ആയി കിട്ടും. അതിനുശേഷം ഇവിടെ സാൻസ് സെരിഫ് എന്ന ഫോണ്ടാണുള്ളത്, അത് മാറ്റാം. ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് എലഗൻറ്റ് കൊടുക്കാം. ഇത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ, ഇവിടെ ആയിട്ട് എലഗൻറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഒന്നിക്ക് ഡയറക്റ്റ് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് ചെറുതാക്കണം. ട്രാൻസ്ഫോം ടൂളിട്ട് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ചെറുതാക്കുക. അതാകുമ്പോൾ നീളവും വീതിയും പ്രപ്പോർഷണലായിട്ട് നമുക്ക് ചെറുതാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ വെക്കുന്നു. അതേപോലെ ഗാന്ധി എന്ന ടെക്സ്റ്റ് നമുക്ക് വലുതാക്കാം. വലുതാക്കുമ്പോൾ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് തന്നെ വലുതാക്കുക. ഓക്കെ, ഇവിടെ വെക്കുന്നു. ഇതിനെ ഞാൻ എടുത്തിട്ട് ഇവിടെയായിട്ടും വെക്കുന്നു. ഇനി ചെറുതായിട്ടൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ചോദ്യം നോക്കുക. അപ്ലൈ ദ സ്ട്രോക്ക് ടു ദ ടെക്സ്റ്റ് ഗാന്ധി ടു ഇൻക്രീസ് ഇറ്റ്സ് തിക്നെസ്. നമുക്ക് അതിൻ്റെ തിക്നെസ് നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കണം. ഗാന്ധി എന്ന എഴുത്തിൻ്റെ കനം കൂട്ടണം. അപ്പോൾ അതിൻ്റെ കനം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഗാന്ധി എന്ന ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ തിക്നെസ്, അതിൻ്റെ സ്ട്രോക്കിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാൻ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കാം. ഫില്ല്, സ്ട്രോക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താൻ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ എന്ന് പറയുന്നത്. അതിൽ 3 ടാബ് ഉണ്ട്. ഈ സ്ട്രോക്ക് പെയിൻറ് ചൂസ് ചെയ്യാം. സ്ട്രോക്ക് പെയിൻറ് ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കളർ തൽക്കാലം നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ചുവപ്പ് കൊടുക്കുന്നു. പക്ഷേ ഇതിൽ വ്യത്യാസമൊന്നും കാണൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രോക്ക് നമ്മൾ 0 ആണ് കൊടുത്തത്, അതുകൊണ്ടാണ്. അപ്പോൾ ആ സ്ട്രോക്കിന് കുറച്ചും കൂടി വിഡ്ത്ത് കൊടുക്കണം. അതിനുവേണ്ടി സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് വരിക. സ്ട്രോക്ക് സ്റ്റൈലിൽ കണ്ടോ വിഡ്ത്ത് 0 ആണ്. 0 ആയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് ഒന്നും കാണാത്തത്. സ്ട്രോക്ക് മീൻസ് ആ ഒരു ബോർഡർ ഒന്നും കാണാത്തത്. ഇത് നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഞാനൊരു ഇത് ഇത്രയാക്കുന്നു. നമുക്ക് വേണ്ടത് ഈ ഒരു കളർ അല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ട്രോക്ക് പെയിൻറ്റിൽ നിന്ന് തന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്ലാറ്റ് കളർ ചൂസ് ചെയ്തിട്ട് ഗ്രേഡിയൻ്റ് ഒന്നും ചൂസ് ചെയ്യേണ്ട, ഫ്ലാറ്റ് കളർ ചൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കളർ പാലറ്റിൽ നിന്നും സ്ട്രോക്കിന് കളർ കൊടുക്കാം. സ്ട്രോക്കിന് കളർ കൊടുക്കുമ്പോൾ കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കാൻ മറന്നു പോകരുത്. ഓക്കെ, എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേ കളർ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തു. ഇനി ഞാൻ കുറച്ചൊന്ന് താഴെയാക്കി വെക്കുന്നു. ക്ലിയർ? ഇത്രയേ ചെയ്യാനുള്ളൂ. പരിപാടി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? പൂർത്തിയാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഗാന്ധി എന്ന ഫയൽ നാമത്തിൽ എക്സാം 10 പ്രൊഡക്ട്സ് ഫോൾഡറിൽ PNG രൂപത്തിൽ എക്സ്പോർട്ട് ചെയ്യുക. SVG ഫയൽ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എക്സ്പോർട്ട് ദ കംപ്ലീറ്റഡ് ഫയൽ ആസ് PNG വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ ഗാന്ധി ആസ് ഫയൽ നെയിം ടു ദ എക്സാം 10 പ്രൊഡക്ട്സ് ഫോൾഡർ. നോ നീഡ് ടു സേവ് ദ SVG ഫയൽ. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. കാരണം ഇതൊക്കെ വേറെ വേറെയാണുള്ളത്. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുഴുവനായിട്ട് സെലക്ട് ആവുന്ന വിധത്തിൽ, മുഴുവനായിട്ട് കവർ ആവുന്ന വിധത്തിൽ ഒന്ന് ഡ്രാഗ് ചെയ്യുക. ആവശ്യമെങ്കിൽ ചെയ്താൽ മതി ഗ്രൂപ്പ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ്. അപ്പോൾ കൃത്യമായിട്ട് അത് ഗ്രൂപ്പ് ആയിക്കോളും. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫയലിലേക്ക് പോവുക. ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന് കാണാം. ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് അതെടുക്കുക. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് PNG ഇമേജ് എന്നൊരു വിൻഡോ വരുന്നുണ്ട്. ഈ വിൻഡോയിൽ ജസ്റ്റ് പേജ് ഉണ്ട്, ഡ്രോയിങ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്. ഒന്നുകിൽ പേജ് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജ് സൈസിന് കണക്കായിട്ട് എക്സ്പോർട്ട് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ ഒറ്റ ഗ്രൂപ്പായില്ലേ. ഇനി അതിനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ സെലക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഡ്രോയിങ് കൊടുത്താൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരച്ച കാര്യങ്ങൾ ആ വരച്ചത് മൊത്തമായിട്ട് നമുക്ക് കിട്ടും. സെലക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തത് മാത്രം കിട്ടും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ കൊടുക്കുക. ഇനി നമുക്കിത് എവിടെ എക്സ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ ആ ഒരു പാത്ത് നമ്മളിവിടെ കൊടുക്കണം. എക്സ്പോർട്ട് ആസ് കൊടുക്കുക. എക്സ്പോർട്ട് ആസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സിലേക്ക് വരുന്നു. എക്സാം 10 പ്രൊഡക്ട്സിൽ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. പേര് രജിസ്റ്റർ നമ്പർ _ ഗാന്ധി എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, ഗാന്ധി എന്ന പേര് ഞാനിവിടെ കൊടുക്കുന്നു. ക്ലിയർ? ഇത്രയും കൊടുക്കുക. .png എന്ന എക്സ്റ്റൻഷൻ അവിടെ നിന്നോട്ടെ. സേവ് ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു. ഇത്രയേ ചെയ്യാനുള്ളൂ. പ്രിപ്പയർ ദ ഇമേജ് ഓഫ് ടെന്നീസ് ബോൾ ഇൻ ഇങ്ക്സ്കേപ്പ് ആസ് ഇൻ ദ മോഡൽ.
Hence, create a design of the ball by copying the circle and apply a radial gradient. ഈ രീതിയിലുള്ള ഒരു റേഡിയൽ ഗ്രേഡിയൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബോൾ വരക്കണം. ഡ്രോ ദ ലൈൻ ഇൻ ദ സെൻറ്റർ യൂസിങ് ബേസിയർ കർവ് ടൂൾ. ഓക്കെ, ബേസിയർ കർവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നമുക്ക് വരക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിൻ്റെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാതൃകയിലുള്ളതുപോലെ ഇങ്ക്സ്കേപ്പിൽ ഒരു ടെന്നീസ് ബോളിൻ്റെ ചിത്രം തയ്യാറാക്കുക. സൂചന എന്ന് പറയുന്നത് വൃത്തം അഥവാ സർക്കിൾ കോപ്പി ചെയ്ത് അതിൽ റേഡിയൽ ഗ്രേഡിയൻറ്റ് നൽകിക്കൊണ്ട് ബോളിൻ്റെ ഡിസൈന് തയ്യാറാക്കുക. മധ്യഭാഗത്തുള്ള ലൈൻ വരയ്ക്കാൻ ബേസിയർ കർവ് ടൂൾ ഉപയോഗിച്ച് സ്ട്രോക്ക് 4 mm കൊടുക്കാം. തയ്യാറാക്കിയത് SVG ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഷോ ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ക്സ്കേപ്പ് ഉണ്ട്, ഓപ്പൺ ചെയ്യാം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇവിടെ താഴെയായിട്ട് ന്യൂ ഡോക്യുമെൻ്റ് ഉണ്ട്. ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് വരക്കാം. ഞാനിതൊക്കെ ക്ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് വരക്കാം. അപ്പോൾ വരക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സർക്കിളാണ് വേണ്ടത്. അപ്പോൾ സർക്കിൾ വരക്കാൻ ഇത് ഇവിടെയായിട്ട് നമുക്ക് സർക്കിൾസ് വരക്കാനുള്ള ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സസ് ആൻഡ് ആർക്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് E ആണ്. ഈ ഒരു ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വരക്കുന്ന സമയത്ത് ഈ രീതിയിൽ വരച്ചാൽ ഇങ്ങനെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ നീണ്ടുപോകും. ചിലപ്പോൾ ഇതിങ്ങനെ ഓവൽ ഷേപ്പിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതെ കൃത്യമായിട്ട് അതൊരു പൂർണ്ണ വൃത്തമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെയൊന്ന് നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പൂർണ്ണ വൃത്തമായിട്ട് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ വൃത്തത്തിനെ ജസ്റ്റ് സെലക്ട് ട്രാൻസ്ഫോം ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് വൃത്തത്തിന് ഇവിടെ നടുവിലായിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനൊരു ഡാർക്ക് കളർ കൊടുക്കാം. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ഡാർക്ക് കളർ നമുക്ക് കൊടുക്കണം. ഞാൻ ഡയറക്റ്റ് താഴെ നിന്ന് ഈ നേവി എന്ന കളർ ചൂസ് ചെയ്യുന്നു. ക്ലിയർ, നേവി എന്നീ ഒരു കളർ ചൂസ് ചെയ്തു. അപ്പോൾ അതിനകത്തേക്ക് ഫില്ലായി. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിനൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ അങ്ങനെ ഒരു സ്ട്രോക്കൊന്നുമില്ല. ആ ഒരു സ്ട്രോക്ക് നമുക്ക് ഒഴിവാക്കണം. സ്ട്രോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കീബോർഡിൻ്റെ അകത്തുള്ള ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴെ കളർ പാലറ്റിൽ ഇവിടെയുള്ള ഒരു ഇൻറ്റു മാർക്കിൽ ഒരു X മാർക്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ സ്ട്രോക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഗ്രേഡിയൻറ്റ് കൊടുക്കണം. റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റേഡിയൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വൃത്തത്തിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഇതിന് മുകളിൽ ഒന്നിക്കൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. അത് ഒന്നാമത്തെ മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. എഡിറ്റിൽ ഇവിടെയായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്. അല്ലെങ്കിൽ വേറെ ഒരു മാർഗ്ഗമുണ്ട്, ഷോർട്ട് കട്ടാണ്. കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് D അമർത്തുക. കൺട്രോൾ D. അപ്പോൾ ഇത് ഇവിടെയായിട്ട് ഒരു സർക്കിൾ വരും. ക്ലിയർ, ഞാനിപ്പം വരച്ചിട്ടുള്ള ഈ രണ്ടാമത്തെ സർക്കിൾ ഉണ്ടല്ലോ, അതിനാണ് ഞാൻ ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത്. അതിന് ഗ്രേഡിയൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഗ്രേഡിയൻറ്റ് ടൂൾ ഉണ്ട്. ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഗ്രേഡിയൻസ് എന്ന് പറയുന്ന G ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഞാൻ ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ മുകളിലായിട്ട് ക്രിയേറ്റ് ലീനിയർ ഗ്രേഡിയൻ്റ് ഉണ്ട്, രണ്ടാമത്തെ ക്രിയേറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇവിടെ വേണ്ടത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. അതുകൊണ്ട് ഈ റേഡിയൽ ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നടുവിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെയായിട്ട് നമുക്ക് എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് എന്ന ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ നടുവിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനൊരു ഈ കളർ ചൂസ് ചെയ്യുന്നു. ഈ ഒരു കളർ അക്വ എന്ന് പറയുന്ന കളർ, കാരണം ആ ഒരു അക്വ എന്ന കളറാണുള്ളത്, ആ കളർ ചൂസ് ചെയ്യുന്നു. ഇതിൻ്റെ അറ്റത്തൊന്നും ഞാൻ കളർ മാറ്റുന്നില്ല, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി ഞാൻ ഇവിടെയുള്ള സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ഞാൻ പിടിച്ച് വലിച്ചിട്ട് ഇവിടെ നടുവിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞേ, ഈ രീതിയിലുള്ളൊരു ലൈന് വരക്കണം. മധ്യഭാഗത്തുള്ള ലൈൻ വരയ്ക്കുക. ബേസിയർ കർവ് ടൂൾ എടുക്കുക, അതിന് സ്ട്രോക്ക് 4 mm കൊടുക്കുക. ബേസിയർ കർവ് ടൂൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതാണ് നമ്മുടെ ടൂള്. എന്നിട്ട് ഞാനിതാ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതാ ഇവിടെ വരെ ഞാൻ കൊണ്ടുപോവാണ്. ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നാലേ ഇത് സ്റ്റോപ്പ് ആവും. ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഒരു തവണ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എൻഡ് പോയിന്റിൽ ഒരു തവണ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ആ ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല, അതിന് ഈ രീതിയിലുള്ളൊരു ജസ്റ്റ് കേവ് കൊടുക്കുന്നുണ്ട്. കേവ് കൊടുക്കാൻ വേണ്ടി എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ് എടുക്കുക. എഡിറ്റ് പാത്സ് ബൈ നോട്ട്സ്, ഈ ഒരു വര വരച്ച ഉടൻ തന്നെ എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വലിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കും. ഓക്കെ അല്ലേ? സെറ്റായി. ഇപ്പോൾ ഇത് നേരിയ വരയാണ്.
ഇതിൻ്റെ സ്ട്രോക്ക് നമുക്ക് കൂട്ടണം. സ്ട്രോക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്താൽ ഇവിടെ സ്ട്രോക്ക് പെയിൻ്റ് ഉണ്ട്, അതേപോലെ സ്ട്രോക്ക് സ്റ്റൈൽ ഉണ്ട്. സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് കൂട്ടാം. നമ്മളോട് ചോദ്യത്തിൽ എത്രയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. സ്ട്രോക്ക് വിഡ്ത്ത് 4 പാർട്ട് ഉണ്ട്. അതുകൊണ്ട് mm എന്ന് തന്നെയാണ് യൂണിറ്റ് ഉള്ളത്. ഇവിടെ എന്ത് ചെയ്യുക, 4 എന്ന് കൊടുക്കുക. 4 കൊടുക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു 4 mm വന്നിട്ടുണ്ട്. ഇനി ആ സ്ട്രോക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അതിന് സ്ട്രോക്ക് പെയിൻറ്റിലേക്ക് വരിക. ഇവിടെ നിന്ന് വൈറ്റ് കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ഫ്ലാറ്റ് കളർ എന്നല്ലേ ചൂസ് ചെയ്യില്ലെന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ഇത് ഗ്രേഡിയൻറ്റിലൊക്കെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നോ പെയിൻറ്റിലാണ് ഉണ്ടാവുക. അതിനെ ഫ്ലാറ്റ് കളറിലേക്ക് മാറ്റുക. ഓക്കെ, എന്നാൽ കൃത്യമായിട്ട് ആ കൊടുത്ത കളർ വരും. ഇവിടെ വൈറ്റ് കളർ ചൂസ് ചെയ്തോളൂ. ഇനി നമുക്കിതിനെ പിടിച്ച് വലിച്ച് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ രീതിയിൽ അത് വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഊരി വരും. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മുഴുവനായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ അത് ഗ്രൂപ്പ് ചെയ്യാനും പറ്റി. SVG ഫയലായിട്ട് സേവ് ചെയ്യാൻ ഡയറക്റ്റ് ഫയലിൽ സേവ് കൊടുത്താൽ മതി. ഫയലിൽ സേവ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യുക, ഹോമിലെ exam 10 പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിനകത്ത് പേര് കറക്റ്റായിട്ട് കൊടുക്കുക. 1 2 3 4 5 6 നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്, അത് കറക്റ്റ് കൊടുക്കുക. അണ്ടർസ്കോർ ഇടുക. ടെന്നീസ് ബോൾ എന്ന് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യാം. ഓക്കെ, സേവ്. ക്ലിയർ? അപ്പോൾ ഇത് കറക്റ്റ് നമ്മളവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ക്സ്കേപ്പിൽ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ് ആവും. ഇതേപോലെ കുറേ ഒബ്ജക്റ്റുകൾ ഇത്തരത്തിൽ വരച്ചിട്ട് ഇതിനൊക്കെ തന്നെ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മുഴുവൻ ഒബ്ജക്റ്റിനെയും കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം അലൈൻ ഡിസ്ട്രിബ്യൂട്ട് വിൻഡോ എന്ന് പറയുന്ന ആ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റിൽ പോയാൽ കുറച്ച് താഴോട്ട് വന്നാൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഷോർട്ട് കട്ടാണ് Shift+Ctrl+A. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയിൽ കുറേ ഐക്കൺസ് ഉണ്ട്. ഇത് ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, ഇതിനാണ് നമ്മൾ സെന്റർ ഓൺ വേർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേർട്ടിക്കലായിട്ട് ആ ഒരു വേർട്ടിക്കൽ ആക്സിസിൽ ഇത് കറക്റ്റ് സെന്ററിലേക്ക് വരും. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെന്റർ ഹോറിസോണ്ടൽ ആക്സിസ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, അതൊക്കെ കറക്റ്റായിട്ട് സെന്ററിലേക്ക് വന്ന് നിന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റിനെയും കറക്റ്റ് നമുക്ക് സെന്ററിലേക്ക് അലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പ്രാക്ടിക്കലിലും അതേപോലെ തിയറിയിലും യൂസ്ഫുൾ ആയിരിക്കും.